ഹായ് ഗൈസ്. സോ നമ്മുടെ +2 ക്രിസ്മസ് എക്സാം, മിഡ് ടേം എക്സാം ഇന്ന് കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം പേപ്പർ? നിങ്ങളെ കുഴപ്പിച്ചോ? രാത്രി ലൈവുകൾ പല സ്ഥാപനങ്ങളിലായിട്ട് ലൈവിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നോ? ഓക്കെ, സോ എക്സാമിനേഷൻ്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ നോക്കുകയാണെങ്കിൽ +1 ബോർഡ് എക്സാം, നിങ്ങൾ +1 ബോർഡ് എക്സാം എഴുതിയിരിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ +1 ബോർഡ് എക്സാം കഴിഞ്ഞത് നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. സോ അത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. കേരളം മൊത്തം ഭയങ്കര വേളാവുന്നു, കുട്ടികൾ കരയുന്നു, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ എക്സാമാണ് +1 ബോർഡ് എക്സാം. അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ എക്സാം അതിനേക്കാൾ കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. മീൻസ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും തോന്നിയിട്ടുണ്ടാവുക. ബട്ട് എസ്പെഷ്യലി ഇൻറ്റഗ്രേഷൻ പോലത്തെ ചാപ്റ്റേഴ്സ്, ഇൻറ്റഗ്രേഷൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇതാണല്ലോ പൊതുവേ നമ്മൾ പേടിക്കുന്ന ചാപ്റ്റേഴ്സ്. സോ ആ ചാപ്റ്ററിൽ തന്നെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു. പ്രത്യേകിച്ച് ആ 11ാമത്തെ ക്വസ്റ്റ്യൻ മോഡുലസിനുള്ള x³ - x വരുന്നൊരു ക്വസ്റ്റ്യൻ, പിന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷനിലുള്ള ചില ചോദ്യങ്ങൾ. സോ അങ്ങനെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൻ്റെ ഉള്ളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്, ബട്ട് അതിനുള്ളിൽ തന്നെ എനിക്ക് തോന്നുന്നു മിസ്ലേനിയസിലൊക്കെ ഉള്ള ചോദ്യങ്ങളാണ് അത് എന്നുള്ളത്. ഒരു CBSE ബോർഡ് എക്സാമിനേഷൻ്റെ ഒക്കെ ലെവലിലേക്ക് വന്നിട്ടുണ്ട് പേപ്പർ. നല്ല അത്രയും ഒരു സ്റ്റാൻഡേർഡിലേക്ക് പേപ്പർ പോയിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ബട്ട് എന്നിരുന്നാലും നമുക്കൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. ആ ക്വസ്റ്റ്യൻസ് അങ്ങനെ 1-2 ക്വസ്റ്റ്യൻസേ ഉള്ളൂ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ്. ബാക്കിയൊക്കെ ലൈവിൽ ഡിസ്കസ് ചെയ്ത പാറ്റേണിലുള്ള അതേ ചോദ്യങ്ങൾ തന്നെയാണ്. സോ അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ മനസ്സിലാക്കണം ഈ ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ടാണ്, ഇത് അറ്റൻഡ് ചെയ്യേണ്ട, ഇത് അറ്റൻഡ് ചെയ്യുക. സോ അങ്ങനെ നിങ്ങൾ സെലക്റ്റീവായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള മാർക്കിലേക്ക് തീർച്ചയായിട്ടും എത്താൻ വേണ്ടി പറ്റുന്ന ഒരു പേപ്പറാണ്. പിന്നെ രാവിലെ നമ്മളെടുത്ത ബൂസ്റ്ററിൻ്റെ താഴത്തുള്ള കമൻ്റൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമാവുന്നു. കുട്ടികൾ അത് ആക്സെപ്റ്റ് ചെയ്തു, മീൻസ് ലൈവ് കണ്ടു, ആ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ വേണ്ടി പറ്റി. ചിലപ്പോൾ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവില്ല. ലൈക്ക് നമ്മളിപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ആദ്യമായിട്ട് ഇന്നലെ ലൈവിലാണ് കണ്ടതെങ്കിൽ, ഇന്നലെ നമ്മൾ രാത്രി എടുത്ത ലൈവിലാണ്, നിങ്ങൾ തലേന്നെടുത്ത മാരത്തോണിൻ്റെ ലൈവിലാണ് കണ്ടതെങ്കിൽ, ഒറ്റ പ്രാവശ്യം കാണുന്നതുകൊണ്ട് ചിലപ്പം ലൈവിൽ കണ്ടിട്ടുണ്ടാവും, പക്ഷേ നിങ്ങൾക്ക് എക്സാം ആൾ അത് ഓർത്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടാവാം. കാരണം നമ്മൾ ജസ്റ്റ് പെട്ടെന്ന് കാണുന്നു, ഫ്ലാഷ് ഓഫ് സെക്കൻഡിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. സോ ഇതിൽ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നല്ലാതെ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാൻ വേണ്ടി പറ്റിയെന്ന് വരില്ല, നിങ്ങൾ അതിൻ്റെ മുന്നേ പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ. ഓക്കെ, സോ ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്താണ് മനസ്സിലാക്കാനുള്ളത്? പേപ്പർ ഡിഫിക്കൽട്ട് ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ബോർഡ് എക്സാമിനും ഇതേപോലെ തന്നെ ഡിഫിക്കൽട്ടാവും. ഇനി വരാൻ പോകുന്ന നമ്മളെ ബോർഡ് എക്സാമും പ്രീ ബോർഡും കൂടി കണ്ടു കഴിഞ്ഞാൽ, മോഡൽ എക്സാം കൂടി കണ്ടു കഴിഞ്ഞാൽ തീരുമാനമാവും ബോർഡ് എക്സാം എത്രത്തോളം ഡിഫിക്കൽട്ടാണെന്ന് നമുക്ക് മനസ്സിലാവും. നിങ്ങളെ +1 ബോർഡ് എക്സാം, ഓണം എക്സാം പല സ്കൂളുകളിലായിട്ടാണ് നടന്നത്. അത് ഇപ്പോൾ നടന്ന ക്രിസ്മസ് എക്സാം ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് കൂട്ടി കൊണ്ടുവരാൻ, മീൻസ് ഡിഫിക്കൽട്ടി ലെവൽ കുറച്ച് കൂടി വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എസ്പെഷ്യലി കഴിഞ്ഞ വർഷമൊക്കെ കീമിൽ നടന്ന ബഹളങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഈവൻ 12th ബോർഡ് എക്സാം, കേരള സിലബസ്, സ്റ്റേറ്റ് സിലബസിൽ ബോർഡ് എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങിയ കുട്ടി പോലും കീമിൽ റാങ്കിൽ ഒരുപാട് പുറത്തേക്ക് പിന്തള്ളപ്പെടുകയാണ്. സോ അത് ഈ എക്സാമിനേഷൻ ഈസി ആവുന്നത് കൊണ്ട് വരുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത് ഇങ്ങനൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അപ്പോൾ മക്കളെ, തീർച്ചയായിട്ടും നമ്മൾ NCERT കവർ ചെയ്യണം എന്നുള്ളതിന് അപ്പുറത്തേക്ക് NCERTയിലുള്ള അധികം ചോദിക്കാത്ത മിസ്ലീനിയസ് പോലത്തെ ഭാഗങ്ങളും കൂടി കവർ ചെയ്യണം. ആ ഒരു ലെവലിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരൊറ്റൊരു മാരത്തോൺ കൊണ്ട് നമുക്ക് വലിയൊരു സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതിൻ്റെ അകത്ത് ബിലോ ആവറേജ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ചിലപ്പോൾ നിങ്ങൾക്ക് മാരത്തോണിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഒരൊറ്റൊരു മാരത്തോണിൻ്റെ മൊത്തം കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല കിടക്കുന്നത്. അപ്പോൾ മാരത്തോണിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ ലൈവ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതും നിങ്ങൾ ശ്രദ്ധിക്കുക. മീൻസ് ഇതേപോലത്തെ ഇത്രയും ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ മൊത്തം മാരത്തോൺ ചെയ്യുകയാണെങ്കിൽ മാരത്തോൺ തീരൂല, അത്രയും വലിയതായി പോകും മാരത്തോൺ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മാരത്തോൺ അല്ലാതെ വരുന്ന ലൈവ് ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുക. അത് അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതേപോലത്തെ പല ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആപ്പിൻ്റെ സപ്പോർട്ട് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ആപ്പിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. ഇത് വിളിച്ച് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആപ്പിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ അകത്ത് റിവിഷൻ ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മെൻറ്റർഷിപ്പ് നിങ്ങൾക്ക് കിട്ടും. സോ ഇനി വരാൻ പോകുന്ന എക്സാം, ബോർഡ് എക്സാം, അതിൻ്റെ അപ്പുറത്തേക്കുള്ള കോമ്പറ്റേറ്റീവ് എക്സാം എല്ലാം നിങ്ങൾക്ക് എളുപ്പമാവട്ടെ. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.